ദേവികുളം മണ്ഡലത്തിലും പ്രചരണം ഊർജിതമാക്കി മുന്നണികൾ ത്രികോണ മത്സരമുണ്ടാകുമെന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്ന ദേവികുളത്ത് അത്യധികം വാശിയോടെയാണ് LDFും UDFും NDAയും പ്രചരണ പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോകുന്നത്. വരും ദിവസങ്ങളിൽ മുതിർന്ന നേതാക്കളെ അടക്കം മണ്ഡലത്തിലെത്തിച്ച് മുന്നണികൾ പ്രചരണം കൊഴുപ്പിക്കുമെന്നാണ് വിവരം. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഫലം ആകാംക്ഷ ജനിപ്പിക്കുന്ന പ്രധാന മണ്ഡലങ്ങളിൽ ഒന്നാണ് ദേവികുളം. CPM ബന്ധമുപേക്ഷിച്ച് മുൻ MLA S രാജേന്ദ്രൻ BJPയിൽ ചേരുകയും NDA സ്ഥാനാർത്ഥിയായി എത്തുകയും ചെയ്തതോടെ മണ്ഡലത്തിൽ ത്രികോണ മത്സരത്തിനുള്ള സാധ്യത തെളിഞ്ഞതാണ് ആകാംക്ഷയുടെ രാഷ്ട്രീയ അടിസ്ഥാനം. മണ്ഡലത്തിൽ മുന്നണികളുടെ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതോടെ പ്രചാരണ പ്രവർത്തനങ്ങൾ മുന്നണികൾ ഊർജിതമാക്കി. LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് A രാജയും NDA സ്ഥാനാർത്ഥി S രാജേന്ദ്രനും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. UDF സ്ഥാനാർത്ഥി F രാജ തിങ്കളാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. LDFും NDAയും മുമ്പേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണം തുടങ്ങിയിരുന്നു. LDFിൻ്റെയും UDFിൻ്റെയും പ്രചാരണത്തെ മറികടക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയും പ്രവർത്തകരും. മുന്നണികൾ മൂന്നും വരും ദിവസങ്ങളിൽ മുതിർന്ന നേതാക്കളെയടക്കം മണ്ഡലത്തിലെത്തിച്ച് പ്രചാരണം കൊഴുപ്പിക്കുമെന്നാണ് വിവരം. LDFിനും UDFിനും NDAയ്ക്കും ഇത്തവണ ദേവികുളം മണ്ഡലം ജീവൻ മരണ പോരാട്ടം നടക്കുന്ന തിരഞ്ഞെടുപ്പ് ഗോധയാണ്. തുടർച്ചയായി 4 തവണ വിജയിച്ച മണ്ഡലം നിലനിർത്തുക എന്നതിനൊപ്പം UDFിനെയും LDF വിട്ട രാജേന്ദ്രനെയും രാഷ്ട്രീയമായി മുട്ടുകുത്തിക്കുക എന്നതാണ് LDF ലക്ഷ്യം. മുൻ MLA തന്നെ LDF ബന്ധം ഉപേക്ഷിച്ച് NDA ചേരിയിൽ മത്സരിക്കുമ്പോൾ ഈ രാഷ്ട്രീയ അവസരം പരമാവധി മുതലാക്കാനുള്ള ശ്രമത്തിലാണ് UDF ക്യാമ്പ്. LDFിനെയും ഒപ്പം UDFിനെയും നിലംപരിശാക്കി രാഷ്ട്രീയ ശക്തി തെളിയിക്കാനുള്ള പരിശ്രമത്തിലാണ് S രാജേന്ദ്രനും ഒപ്പം NDAയും. കൂട്ടിയും കിഴിച്ചും അണുവിട തെറ്റാതെ രാഷ്ട്രീയ തന്ത്രങ്ങളും പ്രചാരണവും മെനഞ്ഞ് ദേവികുളത്തെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണികൾ മൂന്നും. ന്യൂസ് ബ്യൂറോ, അടിമാലി.